വീടൊക്കെ ഓക്കെ അല്ലേ? ഞാൻ കുറച്ച് ബിസി ആയി പോയി, അതാണ് വരാൻ വയ്യതേ. അല്ല നെറ്റിൽ എന്ത് പറ്റി? അതെന്തോ രാവിലെ എണീച്ചപ്പോ മുറിയായതാ. മുകളിലേക്ക് അധികം കയറണ്ട കേട്ടോ. അതെന്താ? അല്ല ഒന്നുമില്ല, കുറെ പഴയ സാധനങ്ങൾ ഇരിപ്പുണ്ട്, അങ്ങോട്ട് കയറണ്ടേ. ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഒന്ന് സൂക്ഷിച്ചല്ലേ കേട്ടോ. എനിക്കാകെ എന്തോ പോലെ തോന്നുക. നമ്മൾ രാവിലെ വന്ന് ബസ് ആക്സിഡൻ്റ് ആവാൻ പോയി, ഒരു നെറ്റിയിൽ മുറിവും പിന്നെ ഇതും എല്ലാം കൂടെ എന്തോ. നീ സൂക്ഷിച്ച് നടക്കാത്തോണ്ടല്ലേ. ഹലോ, സെറ്റ്. ഒരു പ്രേതാലയമായി. ഞാൻ പറഞ്ഞില്ലേ, ഓ ഇത് കൊള്ളാം. ഇത് കഥയൊക്കെ എഴുതാൻ പറ്റിയ സെറ്റപ്പ്. നീ വാ. ഇതാണ് ഞങ്ങളുടെ റൂം. ഇത് അടിപൊളി. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് ചായ ഉണ്ടാക്കിട്ട് വരാം. സ്പേസ് എൻസൈക്ലോപീഡിയ. നീ ആയിരുന്നോ? പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഞാൻ പോവാ. നീ എത്രയും പെട്ടെന്ന് ഇവിടെ മാർക്കും. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. അറിയില്ല. എന്തിനായിരിക്കും അവൻ എന്നോട് ബ്രേക്കപ്പ് പറഞ്ഞേ? ഇന്നലെ ഞാനാണെങ്കിൽ അവനെ ഇൻസ്റ്റാഗ്രാമിലൊരു പിക്കും കണ്ടു. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നടി. ഞാൻ ഹാപ്പി ആട്ടോ. 5-6 കൊല്ലം എൻ്റെ പോയാൽ ഇത് ആലോചിക്കുമ്പോൾ സങ്കടം. ഇല്ല, ഒരാവശ്യമില്ലായിരുന്നു. നീ ഇവനും കേൾക്കുന്നുണ്ടാ? നില ചാണ്ടി, ചാണ്ടി. എടീ, ഈ ബൗള് കുറെ നേരം ഞാൻ ഇപ്പുറത്ത് വെക്കണം, പക്ഷെ ഇത് വീണ്ടും ഇവിടെ തന്നെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയല്ല, ഇത് കുറെ നേരമായിട്ട് ഇവിടെ തന്നെ വന്നുകൊണ്ടിരിക്കുക. 3-4 വട്ടമായി. ശരിയാ, ഞാനും കണ്ടതാ. എനിക്ക് കാര്യം മനസ്സിലായി. എടീ, ഈ സ്ഥലത്ത് എന്തോ പ്രശ്നമുണ്ട്. നമുക്കോട്ട് അന്വേഷിക്കാം. വാ. എടി നിക്ക്. എന്റെ പിള്ളേരെ, നിങ്ങൾക്ക് ബോധമുണ്ടോ? ഒരു നാട്ടിലേക്ക് പുതുതായിട്ട് താമസമാർ വരുമ്പോൾ ആ വീടിനെ പറ്റി നാട്ടുകാർക്ക് അന്വേഷിക്കുന്ന ഒരു മര്യാദയുണ്ട്. അത് നിങ്ങൾ കാണിച്ചോ? നിങ്ങൾക്ക് വീടിന്റെ കഥ എന്താണെന്നറിയോ?
അവിടെ ഒരു പെങ്കൊച്ച് ആത്മഹത്യ ചെയ്തിട്ടുള്ളതാണ്, പ്രേമനൈരാശ്യമോ മറ്റോ കാരണം. അവളുടെ പ്രേതം ഇപ്പോഴും ആ വീട്ടിൽ അലഞ്ഞു തിരിയുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇതൊന്നും വിശ്വസിക്കാതെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ടീം അവിടെ താമസമാക്കിയിട്ടുണ്ടായിരുന്നു. അവർ ജീവനും കൊണ്ടാണ് ഓടി രക്ഷപ്പെട്ടെ. ഏതാ പെങ്കൊച്ചിനെ കണ്ടുവന്നോ, പൈപ്പ് തുറന്നപ്പോൾ ചോര കണ്ടു പറഞ്ഞിട്ട്. അവിടെ എന്തായാലും ഇപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇനി ചേട്ടാ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അവിടെ. എടി എനിക്ക് പേടിയാവാ, നമ്മളിനി എന്ത് ചെയ്യും? എടി ഓണർ പറഞ്ഞത് നമ്മൾ കൊടുത്ത അഡ്വാൻസിന് 1 മാസം കഴിഞ്ഞിട്ട് തരുന്നല്ലേ. 1 മാസം നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കണം. അപ്പോൾ നമുക്ക് എന്തിനും പറ്റിയാലോ? എനിക്കറിയില്ല, നീ വാ.